എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നേക്കണതേ, നമ്മൾ ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാവിലയിൽ നമ്മൾ കുമ്പിള് കുത്തിയിട്ട് പയർ നട്ടു. എന്താ പ്ലാവില കണത്തോര് ഉണ്ടാവില്ലായിരിക്കാം, പ്ലാവില കണത്തോര് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് കുമ്പിള് കുത്തിയിട്ട് പയർ നട്ടിട്ട് നമ്മൾ കുപ്പിയിൽ നട്ട് നമ്മൾ സക്സസ് ആയി. അത്യാവശ്യത്തിന് പയറൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതേ, ഇന്ന് നമ്മൾ കുക്കുമ്പറാണ് കേട്ടോ. കുക്കുമ്പറിൻ്റെ വിത്താണിത്. കുക്കുമ്പറിൻ്റെ വിത്ത് നമ്മൾ ഈ പ്ലാവിലെ കുമ്പിളിൽ നമ്മൾ നട്ടിട്ട് നമ്മൾ കുപ്പി തന്നെയാണ് നടാൻ പോണത്. മുളച്ച് കഴിയുമ്പോൾ നമ്മൾ കുപ്പിയിൽ നമ്മൾ നട്ടിട്ട് വലയമേ കയറ്റാമെന്നുള്ള വിചാരം ഞാൻ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുക്കുമ്പറിൻ്റെ വിത്ത് നടാം കേട്ടോ. അപ്പോൾ നമ്മളതിനായിട്ട് പ്ലാവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈർക്കിളിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈർക്കിളിക്ക് നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പ്ലാവിലയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കാം. പിന്നെ കവർ കളയാൻ നിൽക്കണ്ട, പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട. കവർ കളഞ്ഞിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ വേര് പോകുന്ന വെച്ച് പേടിക്കേണ്ട. അത് ഈ കുമ്പളേപ്പാടൻ നമുക്ക് കുപ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് വളമിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഐഡിയ ആണ് ഇതിൻ്റെ. ഇത് പ്ലാവിലെ ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുമ്പിള് കുത്തിയിട്ടുണ്ട്. കുമ്പിള് കുത്താൻ എല്ലാവർക്കും അറിയാൻ പാണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ അഴുകിപ്പോണ പ്ലാവിലാണ്. നമുക്ക് ഒരു ചിലവും ഇല്ല. നമ്മൾ ഈ പ്ലാവില എടുത്തുനിന്ന് നമ്മൾ ഈർക്കിളിക്ക് കുത്തിയിട്ട് ഇതിനകത്ത് നട്ട് വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ കവറ് വേണ്ട, അല്ലെങ്കിൽ വേറെ പാത്രം വേണ്ട, ഒന്നും വേണ്ട. എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ നമ്മളിത് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാം കേട്ടോ. മതി മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാവിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാത്തിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വിത്ത് എടുക്കാം കേട്ടോ, നടാം. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ വിത്ത് എടുത്തിട്ടുണ്ട്. പ്ലാവിലെല്ലാം മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതുകൊണ്ട് ചെറിയൊരു കുഴി കുത്തിയിട്ട് നമ്മളിത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പണിട്ട് ഇങ്ങനെ മൂടുക. ചെറിയ കുഴി കുത്തിയാട്ടോ, ഒരുപാട് കുഴി കുത്തിയിട്ടുണ്ടെങ്കിൽ കിഴപ്പോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നനവുള്ള മണ്ണാണ് കേട്ടോ. ഞാൻ ഈ മണ്ണിൽ ഒരല്പം ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മുളച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നടുന്നതും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ തക്കാളി തൈ നട്ടായിരുന്നു. അപ്പോൾ തക്കാളി തൈ നട്ടതിൻ്റെ ഒരാൾ പയറിൻ്റെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, തക്കാളി നട്ടത് കാണിച്ചിട്ടില്ലല്ലോ, അത് വാടി ഉണങ്ങി പോയോ എന്ന് ചോദിച്ചു കേട്ടാ. അപ്പോൾ അത് വാടി ഉണങ്ങി പോയിട്ടൊന്നുമില്ല, നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോഴും അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഇറിറ്റേഷൻ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് കാണിക്കാത്ത. ഇനി അതുമ്മേ അത് വളർന്ന് ഇതൊക്കെ ആയി വരുമ്പോൾ കാണിച്ചാൽ മതിയല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ തക്കാളി തൈ ഇതാണ് കേട്ടോ. തക്കാളി ഞാൻ നട്ടതിന് ശേഷം വളർന്നിട്ടുണ്ട് കണ്ടോ. നട്ടപ്പോൾ താഴേക്കായിരുന്നു, അത് പിന്നെ വളർന്ന് മേലോട്ടേക്ക് ഇത് എത്രയും വളർന്നു കേട്ടോ. ഇതും വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മേലോട്ട് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വലയം വെച്ച് നമുക്കൊന്ന് താങ്ങ് കൊടുക്കാം. അപ്പോൾ തക്കാളി ഉണ്ടായിക്കോളൂ കേട്ടോ. തക്കാളി കേടൊന്നും വന്നിട്ടില്ല, ഉണ്ടായിക്കോളും. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം നട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു ദിവസം ആയുള്ളൂ, നന്നല്ല നട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വാട്ടം തീർന്നിട്ടില്ല, അതും വലുതാവും, നന്നായിട്ടാവും. അപ്പോൾ തക്കാളി തൈ എല്ലാവർക്കും അല്ല കേട്ടോ, കാണാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടിയിട്ടാണ് തക്കാളി കാണിച്ചത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.